കീഴടങ്ങാൻ തയ്യാറാകാത്ത പോരാളിയായിരുന്നു ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ധ്രുവ് ജുറേൽ. ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും വാലറ്റത്തെ കൂട്ടുപിടിച്ച് ഇന്ത്യ മികച്ച സ്കോറിലേക്ക് എത്തിച്ചു. ക്രിക്കറ്റർ ആകാനുള്ള മകന്റെ ആഗ്രഹത്തിന് കഷ്ടപ്പാടുകൾക്കിടയിലും കൂടെ നിന്ന മാതാപിതാക്കൾ കൂടിയുണ്ട് ധ്രുവ് ജുറേൽ എന്ന ക്രിക്കറ്റർക്ക് പിന്നിൽ. പട്ടാളക്കാരന്റെ ധൈര്യവും അച്ചടക്കവും പ്രതിരോധവും ലങ്കയ്ക്കെതിരായ രണ്ടാം ഇന്നിംഗ്സിൽ ധ്രുവ് ജുറേലിന്റെ ബാറ്റിൽ കണ്ടത് പിതാവിനെ ഓർമ്മിപ്പിക്കുന്ന പ്രകടനം. കാർഗിൽ യുദ്ധത്തിലെ പോരാളിയുടെ മകൻ കൊളംബോയിൽ ഇന്ത്യൻ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ചു. പരമ്പര വിജയം അനിവാര്യമായ ഇന്ത്യക്കായി സെഞ്ചുറിയോടെ 500 റൺസ് കടത്തിയ ഇന്നിംഗ്സ്. പിതാവിൽ നിന്നും ഒളിച്ചു ക്രിക്കറ്റ് കളിച്ച ബാല്യമായിരുന്നു ജുറേലിൻ്റേത്. 5-ാം വയസ്സിൽ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയാകുന്ന ബസ് അപകടം. ബസ്സിനിടയിൽപ്പെട്ട ഇടതുകാലിന് പ്ലാസ്റ്റിക് സർജറി നടത്തേണ്ടി വന്നു. മകൻ ക്രിക്കറ്റ് കളിച്ച് ജീവിതം നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അയൽക്കാരും നാട്ടുകാരും നിരന്തരം പരിഹസിച്ചപ്പോഴും ചേർത്ത് നിർത്തിയത് മാതാപിതാക്കളായിരുന്നു. മകന് സർക്കാർ ജോലി ലഭിക്കണമെന്നായിരുന്നു ആദ്യം ആഗ്രഹിച്ചതെങ്കിലും ധ്രുവിന്റെ കഠിനാധ്വാനം കണ്ടതോടെ പിതാവ് പൂർണ്ണ പിന്തുണ നൽകി. ക്രിക്കറ്റിനോടുള്ള ധ്രുവിന്റെ താല്പര്യം കണ്ട് ബാറ്റ് വാങ്ങാനായി ലോണെടുത്താണ് പണം കണ്ടെത്തിയത്. ജുറേലിന് ക്രിക്കറ്റ് പരിശീലനത്തിനായി ക്രിക്കറ്റ് കിറ്റ് ആവശ്യമായി വന്നപ്പോൾ അമ്മ രജനി സ്വർണ്ണമാല വിറ്റ് 6000 രൂപയ്ക്ക് ക്രിക്കറ്റ് കിറ്റ് വാങ്ങി നൽകി. തന്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ മാതാപിതാക്കൾ നൽകിയ ത്യാഗങ്ങളാണെന്ന് ധ്രുവ് പലപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കെതിരെ സെഞ്ചുറി നേടിയ ശേഷമുള്ള ആഘോഷത്തിൽ ജയ് ജവാൻ ജയ് കിസാൻ ആഘോഷം നടത്തിയതും ഇതിന്റെ ഭാഗമായിരുന്നു. My grandfather was farmer and my father was soldier. So those are my roots where I came from and I don't want to forget it. So that's celebration for my father and grandfather. ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ മധ്യനിരയിലെ വിശ്വസനാവ് കൂടിയാണ് ജുറേൽ. ആദ്യ ടെസ്റ്റിലെ 51 റൺസിന് പുറമെയാണ് രണ്ടാം ഇന്നിംഗ്സിലെ സെഞ്ചുറിയും. ഇന്ത്യക്കായി രണ്ടാമത്തെ സെഞ്ചുറി നേടിയ ഉത്തർപ്രദേശ് താരത്തിന് 40-ന് മുകളിലാണ് ടെസ്റ്റിലെ ശരാശരി. 12 ടെസ്റ്റിൽ നിന്നായി 651 റൺസ് നേടിയ ജുറേലിന് വിക്കറ്റ് കീപ്പർ എന്നതും ടീമിൽ അനുകൂല ഘടകമാണ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.